എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം വാതിലടച്ചാൽ മതി. ഇല്ലെങ്കിൽ ആ ശബ്ദം കേട്ട് നിന്റെ തന്തപ്പടി കൊണ്ടുവരും. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ അറക്കൽ തറവാട്ടിലെ ജോക്കർ വില്ലൻ. എടി, ഞാൻ പുറത്തിറങ്ങി വാതിലടച്ചു പോയി കിടന്നു. ആരാ അത്? ഇരുട്ടത്ത് നിൽക്കാതെ വിളിച്ചിട്ടുണ്ടോടാ? കണ്ണാ, ഞാനല്ലല്ലോ ഇരുട്ടത്ത്, നീയല്ലേ? ഇരുട്ടത്ത് പണിത് ജീവിക്കുന്ന നിനക്ക് വെളിച്ചത്ത് വരാൻ പേടിയാണോ? കണ്ണാ, എന്താടാ ഒന്നും മിണ്ടാത്തെ? കണ്ണൻ അതിന്റെ ഓജി നെയ്മാണ്. നീ അറക്കൽ തറവാടെന്ന് കേട്ടിട്ടുണ്ടോ? ആ ഗ്രൂപ്പിലെ ജോക്കർ വില്ലൻ അടങ്ങാൻ. നിന്നെങ്ങാണ് എന്റെ കൈ കിട്ടി അടിച്ച് കൊന്നേളയും പന്നി. ഒന്ന് തിരിഞ്ഞ് നോക്കടാവേ. ആരാ അത്? എനിക്ക് വേണ്ടത് ഇവനെയാണ്. ഇവനെ കൊണ്ട് തന്നിട്ട് നീ പൊക്കോ. ഇവനെയാണ് നിനക്ക് ആവശ്യമെങ്കിൽ നീ പോകേണ്ടത് എറണാകുളം ചെറായി ബീച്ചിലാ. പിന്നെ അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നീ അവിടെ പോയില്ല, അവന്റെ ശവമൊന്നും കിട്ടൂല. ഞാൻ 10 വരെ എണ്ണം. അതിനുള്ളിൽ എനിക്ക് ഇവനെ ജീവനോടെ വേണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എന്തേ കിട്ടിയാ? ഒന്ന് പോയാടാ നാറി. അറക്കൽ തറവാട് പിള്ളേരുടെ തെറിക്കാൻ നിൽക്കല്ലേ നീ. അറക്കൽ തറവാട്ടിലെ നിന്നെയും കാവൽക്കാരൻ ആദ്യേയും ഞാൻ കൊല്ലും. എങ്കി വാടാ പുന്നാരമോനെ. നിനക്ക് ഞാൻ സുഖമരണം നേരുന്നു. ഇനി ഞാൻ ആരാണെന്ന് നിനക്കറിയണ്ടേ? മരണം വരുമൊരു നാളോർക്കുക മർത്യാ നീ, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എടാ കാലകയാ, നീ എവിടത്തെ കാവൽക്കാരനാടാ? നിന്റെ അറക്കൽ തറവാട്ടിലൊരു പട്ടീനെ ഞാൻ ഇവിടെ കൊന്നിട്ടിട്ടുണ്ട്, എടുത്തോണ്ട് പോടാ. ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും അതെനിക്കുള്ളതാടാ. അറക്കൽ തറവാടിന്റെ അടിത്തറ ഞാൻ ഇളക്കും. അപ്പയെങ്ങാൻ അവനെ കൊന്നത് ആരാണെന്ന് ചോദിച്ചാ പറഞ്ഞാ മതി. മുമ്പൊരിക്കൽ ചെറായി ബീച്ചിൽ കല്ല് കെട്ടി താഴ്ത്തിയ അലൻ സാഗർ ആണെന്ന്. ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും അതെനിക്കുള്ളതാടാ. അറക്കൽ തറവാടിന്റെ അടിത്തറ ഞാൻ ഇളക്കും. മരണവാതിൽ സാത്താമാരെ, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. എന്നെ ഒരുത്തൻ കൊല്ലാൻ വരുന്നുണ്ട്. അവൻ്റെ വോയിസാണ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലിട്ടേക്കുന്നത്. ഇത് അറക്കൽ തറവാട് അറിയരുത്. അവനെ ഒരു ദിവസം കണ്ണൻ കൊല്ലാൻ ശ്രമിച്ചതാ. കണ്ണൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ അവൻ രക്ഷപ്പെട്ടു. ഇന്നവൻ എന്നെ കൊല്ലാൻ തൃക്കാരൂര് കയറുക. അവൻ ജീവനോടെ തിരിച്ചു പോവരുത്. അതിനെനിക്ക് നിങ്ങളുടെ സഹായം വേണം. മരണവാതിൽ സാത്താൻ ഇബിലീസിനെ വിട്ടുതരണം. ഇബിലീസ് വരണം. ഇബിലീസ് വന്നാലേ കാര്യം നടക്കും. തൃക്കാരൂര് വെച്ച് കാണാം.
ഹലോ ബാബ, എനിക്കിപ്പോൾ തന്നെ നിങ്ങളെ കാണണം. അമ്പലത്തിൻ്റെ അങ്ങോട്ട് വാ, ഞാൻ അവിടെ കാണും. ദേവു അവൻ്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ അവളാണ് അവൻ്റെ ലോകം. പക്ഷേ കുറച്ച് മാസങ്ങൾ മാത്രമേ ആ പ്രണയം ഉണ്ടായിരുന്നുള്ളൂ. ദേവു ഇങ്ങോട്ട് നോക്കി, ഒന്ന് ചിരിച്ചേ. അമ്മ പറയുന്നത് ഞാൻ കേൾക്കൂ. ദേവു പോവല്ലേ? എന്താടാ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ? വിളിച്ചാ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ, എന്ത് പറ്റി? കാര്യം പറ. ഞാനൊരുത്തനെ കൊന്നു, ഇനി ഒരുത്തനെ കൂടി കൊല്ലും. നീ എന്തൊക്കെയാടാ ഈ പറയണേ? ബോഡി എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ അറിയില്ല വല്ലിച്ച. എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നീ ഒന്ന് ഇറങ്ങി പോയേ പേടിപ്പിക്കാണ്ട്. അങ്ങനെ പറയല്ലേ, എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്തായാലും നീ ഇപ്പൊ പോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ ബോഡി എവിടെയുണ്ട്? ബോഡി ഇപ്പൊ വല്യച്ഛന്റെ വീട്ടിലെ ചായപ്പിലുണ്ട്. ചായപ്പിലോ? വല്യച്ഛൻ പേടിക്കണ്ട, കടയടിച്ച് വീട്ടിൽ ചെന്നിട്ട് ആ ബോഡി അങ്ങ് എടുക്കണം. എന്നിട്ട് ആ പന്നിക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുക്ക്, അവര് തിന്നട്ടെ. നീ ആരെയാടാ മോനെ കൊന്നേ? കണ്ണനെ കൊന്നു, ഇനി ആദ്യെ കൂടെ കൊല്ലണം. അവരൊക്കെ നിന്റെ കൂട്ടുകാരല്ലടാ മോനെ. എന്നായിരുന്നു ഇനി നിന്റെ പ്ലാൻ എന്നാ? അവന്മാരെന്നെ അറക്കൽ തറവാടെന്നൊരു ഗ്രൂപ്പിൽ കയറ്റി. ഗ്രൂപ്പിന്റെ അഡ്മിൻ ഒരു പപ്പയാ. എന്റെ ഫൈറ്റൊക്കെ കണ്ടിട്ട് ആ പപ്പ എനിക്കിട്ട പേരാ ഫൈറ്റർ. കുറച്ച് കഴിഞ്ഞപ്പോഴറിഞ്ഞു അച്ഛനമ്മമാരെ പോലുള്ളവരെയൊക്കെ തെറി വിളിക്കേണ്ടി വരുമെന്ന്. അമ്മയെ മറന്ന് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി. അവരുടെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോൾ അവര് തന്നെ എന്നെ കൊല്ലാൻ ആളെ ഇറക്കി. ആ കൂട്ടത്തിൽ കണ്ണനും ഉണ്ട്. ദേവുവിനെ കൊല്ലാൻ പോയത് ആരാണെന്നറിയോ? അറക്കൽ തറവാട്ടിൽ ആദി. ഇന്ന് രാത്രി ഞാൻ തൃക്കാരിയൂര് കയറുക. ഒന്നെങ്കിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ. മോനെ സൂക്ഷിക്കണം, അവന്മാരുടെ സ്ഥലമാണ്. കടം വാങ്ങിക്കൂട്ടിയപ്പോൾ അവൾ ഓർത്തില്ല നാളെ അവർ വീട്ടിൽ കയറി വന്ന് സാരി അഴിക്കാൻ ശ്രമിക്കുമെന്ന്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അവൾ ഒരു മോശം സ്ത്രീയായിരിക്കും. പക്ഷേ അല്ലുവിന് അവൻ്റെ അമ്മയാണ്. അവൾ അത് മനസ്സിലാക്കി ഇനിയും ജീവിതം മുന്നോട്ട് പോയാൽ അമ്മ, എൻ്റെ മകൻ ഒരു ക്രിമിനലാകും. അവൻ വളർന്നു. അങ്ങനെ അവൾ മറ്റൊരു സുവർണ ലോകത്തേക്ക് അമ്മേ. അല്ലുവിനെ തനിച്ചാക്കി യാത്രയായി. അവരൊരു 100 പേര് കാണുമായിരിക്കും. പക്ഷെ അതിൽ നിന്ന് എനിക്ക് വേണ്ടത് ഒരാളെയാ, ആദിയെ. അറിഞ്ഞു വെച്ചോണ്ടോ അവൻ എൻ്റെ. പോടാ പോ, ഇനി മേലെ മിണ്ടാൻ വരല്ലേ. ഈ നാട്ടുകാർ പറയുന്നതൊക്കെ സത്യവാ. നിന്റെ അമ്മ ചീത്തയാ. എനിക്കറിയാം, പക്ഷേ അതിനൊക്കെ ഒരു സമയമുണ്ട്. എന്നാലും അവൻ ആ കണ്ണൻ്റെ ബോഡി എങ്ങോട്ടായിരിക്കും മാറ്റിയത്? ആ ബോഡി ഇനി അന്വേഷിക്കണ്ട. ഒന്നുകിൽ ചെറായി ബീച്ചിൽ കൊണ്ടുവന്ന് മുക്കി, അല്ലെങ്കിൽ അവൻ്റെ വല്യച്ഛൻ്റെ ഫാമിലെ പന്നികൾക്ക് തിന്നാൻ കൊടുത്തു. എന്തായാലും അവൻ രണ്ടും കൽപ്പിച്ച. നീ പേടിക്കണ്ട, നമ്മുടെ ബിജു ഈ തൃക്കാരിയൂർ മൊത്തം അരിച്ചു പെറുക്കുവാണ്.
കിട്ടിക്കഴിഞ്ഞാൽ അവനെ നിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ഇട്ടു തരും. എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ അവനോട് ഞാൻ പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് ചെയ്തു. അതിനെനിക്ക് ചെറിയൊരു കുറ്റബോധമുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ അവനോട് പോയി സോറി പറയാൻ എനിക്ക് വയ്യ. എൻ്റെ ഈഗോ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. നീ സോറി ഒന്നും പറയണ്ടെന്നേ. തീർക്കേണ്ടി വന്നാൽ അവനെ നമുക്ക് തീർക്കാം. അല്ല, അതിരിക്കട്ടെ, എന്താ പൊറുക്കാൻ പറ്റാത്ത തെറ്റ്? അതൊന്നുമില്ലെന്നേ, അത് ഒന്നുമില്ല. എനിക്കവനെ കാണണ്ട. അവനെ കൈ കിട്ടിയ നിങ്ങൾ തന്നെ എന്താന്ന് വെച്ചാൽ ചെയ്തു. അവൻ്റെ ഫേസ് അഥവാ കണ്ടുമുട്ടിയ അവനും ഞാനും തമ്മിലായിക്കോളാം. അതിലിടപെടണ്ട. അതെന്താടാ അങ്ങനെ? അത് അവൻ കരുതും ഞാനൊരു മൊണ്ണയാണെന്ന്. എൻ്റെ ഈഗോ അങ്ങോട്ട് അതാണ്. അവൻ്റെ ഒരു ഈഗോ. ഓ, ഇവനാണോ? ഇവനെ ഞാൻ അറിയുന്നതാടാ. ഇവൻ്റെ തള്ള എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. ഇതാരാ അയച്ചത്? എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ, ആ അതെയോ? ആ ആ ആ ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ വരാം. ഡാ, അവനെ നമ്മുടെ ചെക്കൻ കണ്ടുപിടിച്ചു. നീ ഇവിടെ ഇരിക്കേ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാൻ ആ ചതപ്പി കാണും. എടാ, നീ എന്നെ അറിയോ? ഇല്ല. ഇല്ല അല്ലേ? നീ നിന്റെ തള്ളയുടെ കൂടെ ഒരുപാട് പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കണില്ല. ഒരുപാട് പണം നിന്റെ തള്ളയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ആ, അമ്മ പറഞ്ഞായിരുന്നു മരിക്കണതിന് മുമ്പ് ബാബയുടെ കണക്കിനെ പറ്റിയൊക്കെ. പലിശ സഹിതം എല്ലാം തീർക്കണമെന്ന് എടുത്തു പറഞ്ഞായിരുന്നു. പക്ഷെ ഇത്രയും വേഗം ഇതെല്ലാം സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആ പണത്തിനെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലടാ. അറക്കൽ തറവാട്ടിൽ നിന്നും നിനക്കുള്ള കൊട്ടേഷനുമായിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് ഞങ്ങൾ നിന്നെ തീർക്കൂടാ. ഇയാളിങ്ങനെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ആദ്യം ഞാൻ എന്തായാലും കൊല്ലും. എന്നാൽ നീ പോയി കൊല്ലടാ. അവൻ ഇവിടെ ഈ ചതിപ്പിൽ തന്നെയുണ്ട്. ഒന്ന് കാണട്ടെ. അതിപ്പോ ഇയാള് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയാൻ? അവൻ ഈ തൃക്കാരൂരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ഞാനിങ്ങോട്ട് കയറിയത്. നീ എന്തിനാണ് അവനെ കൊല്ലാൻ നടക്കുന്നത്? എന്താ കാര്യം? അതിപ്പോ ഇയാൾ അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. നീ ഒരു ബൈക്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അത് നിനക്കുള്ള പണിയാ.
അവരൊക്കെ അമ്മയെ പറയുന്ന കേൾക്കുമ്പോൾ ദേഷ്യം വരും, എനിക്കറിയാം. പക്ഷേ അതിനൊക്കെ ഒരു സമയമുണ്ട്. അക്രമം ഇല്ലാത്ത പക്ഷം ഞാൻ സൈലന്റ് ആയിരിക്കും. വിടരുതവനെ. എല്ലാവരും അമ്മയെ ചീത്ത പറയുന്നല്ലോ. ആദ്യം പറഞ്ഞു. കേൾക്കുമ്പോൾ എനിക്ക് വിഷമം വരിക. എൻ്റെ അമ്മ എന്നെ കൂടി അമ്മ സോറി. നീ എന്താടാ ഇവിടെ? അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലോ ഡാ, സോറിടാ. നിന്റെ അമ്മ എൻ്റെ കൂടെ അമ്മയല്ലടാ. ഞാനങ്ങനെ പറയരുതായിരുന്നു. എന്നോട് ക്ഷമിക്കടാ. ഒന്ന് നിർത്തിപ്പോയിക്കടാ. അവൻ്റെ ഒരു ക്ലീശ ഡയലോഗ് കേട്ട് കേട്ട് ഞാൻ മടുത്തു. അല്ലേലും ആളില്ലാത്തപ്പോൾ അവനുള്ളതാ ഒരു സോറി. ആളുള്ളപ്പോൾ അവൻ്റെ ഈഗോ പണ്ടാരടങ്ങൂലോ. ഇനിയൊന്നും നീ സോറി പറഞ്ഞേ, ഇവരും കൂടി ഒന്ന് കേൾക്കട്ടെ. അല്ലോ, നിന്നോട് സോറി പറയണമെന്നൊക്കെ എനിക്കുണ്ടാ. പക്ഷെ എൻ്റെ ഈഗോ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. അറക്കൽ തറവാട് പോലെയുള്ള ഗ്രൂപ്പുകളിൽ പൊതുവെ തള്ളക്കിവിളി ഉള്ളതാ. നിനക്ക് തള്ളക്കിവിളി കേട്ടിട്ടുണ്ടേ നിനക്ക് തിരിച്ചു വിളിക്കാമായിരുന്നു. അതിന് നീ എന്തിനാണ് ഒരുത്തനെ കൊന്നത്? ഞാനോ അവനോ അറിയാതെ നിന്റെ തള്ളക്കി വിളിച്ചിട്ടുണ്ടേ ഒന്നുകിൽ നിനക്ക് തിരിച്ചു വിളിക്കാമായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് നമ്മളെ തല്ലായിരുന്നു. നീ എന്തിനാണ് അവനെ കൊന്നേ? അമ്മയ്ക്ക് വിളിച്ചതിന് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഒന്നുമല്ലെങ്കിൽ നമ്മൾ നിന്റെ കൂട്ടുകാരല്ലടാ. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മയാടാ. ആ അമ്മയ്ക്കാടാ നീയൊക്കെ കൂടി ചേർന്ന് വിളിച്ചേ. എന്നിട്ട് ക്ഷമിക്കണമെന്നോ? കൊല്ലും ഞാൻ. നിനക്കെത്ര പ്രാന്തുണ്ടോ? തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? സ്വന്തം അമ്മയോടുള്ള സ്നേഹം നിനക്ക് പ്രാന്താണോടാ? നിനക്കൊക്കെ ഉള്ളതിൻ്റെ അഹങ്കാര. ഇന്നും നമുക്ക് ചുറ്റും എത്ര പേര് അനാഥരായിട്ടുണ്ടോ നിനക്കറിയോ? എങ്കിൽ നീ വാ. 1000 തല്ല് ജയിക്കുന്നു അവനാണ് ഹീറോ. അവൻ മറ്റേയാളെ കൊല്ലും. നീ വലിയ ഫൈറ്റർ അല്ലേ? വാ, വന്ന് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യ്. ഡാ, പണ്ട് പോനാശ്ശേരി ഇറച്ചിക്കടയിൽ വെച്ച് ഒരുപാട് പേരെ പണിഞ്ഞ കത്തിയാടാ ഇത്. അറിയാവോടോ നിനക്ക്? വന്ന് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യടാ. നിന്റെ ഫൈറ്റ് ചെയ്യാമെന്ന് കാണട്ടെ. നിന്റെ തള്ളക്ക് ഇനിയും വിളിച്ചാലേ നീ ഫൈറ്റ് ചെയ്യത്തുള്ളോ? വാടാ, അവൻ്റെ കാര്യം ആദ്യം നോക്കിക്കൊള്ളു. നമ്മൾ ഈ കളിയിലില്ല, മാറി നിൽക്കാം. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മയാടാ. ആദി, അടിച്ചു വളർത്തടാ അവനെ.
വിടത്തില്ലടാ മോനെ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ അമ്മയ്ക്ക് വിളിക്കരുതെന്ന്. ഇപ്പൊ കാണിക്കടാ നിന്റെ പോഞ്ഞാശ്ശേരിയിലെ അഭ്യാസം. ഇതെന്നടാ പുല്ലുവെട്ടണ കത്തിയാ? ചത്തു തൊലയടാ നായിന്റെ മോനെ. എടാ ആദി, എനിക്കടാ. എടാ എടാ, പപ്പയോട് ഞാൻ എന്ത് പറയും? പപ്പ അറിഞ്ഞാൽ പ്രശ്നമാണല്ലോ. ദൈവമേ, നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ടടാ. ഇനിയാണ് കളി തുടങ്ങുന്നത്. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിന്റെ ജീവിത ചെയ്തികളും. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അലൻസാഗർ, അറക്കൽ തറവാട്ടിലെ വേട്ടക്കാരൻ. അവന്റെ വേട്ട ഇന്നത്തോടെ അവസാനിക്കണം. എന്റെ ചെറുക്കൻ ആദിയെ കൊന്നവന്റെ തല വെട്ടിയെടുത്ത് ഈ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കണം. ചുമ്മാ നോക്കിയിരുന്ന് ചിരിക്കാൻ. അവന്റെ തല വെട്ടിയെടുത്തത് അറക്കിലെ ചന്തു ആണെന്ന് ഗ്രൂപ്പ് അടക്കം പറയണം. ചന്തു, കഴിയോ നിനക്കതിന്? എങ്കിൽ പോയി വെട്ടിയെടുത്ത് കൊണ്ടുപോകാൻ അവന്റെ തല. എടാ വാസു, പപ്പ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവനെ കൊണ്ട് കഴിഞ്ഞില്ലേ? നീ തീർക്കണം അവനെ. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞതാ, മേടിച്ചതൊക്കെ പലിശ സഹിതം തിരിച്ചു കൊടുക്കണം. നമുക്ക് ആ കട അങ്ങ് തീർത്താലോ? എൻ്റെ അമ്മോട് ചെയ്തതിൻ്റെ പലിശ അടക്കം. വേണ്ട വേണ്ട വേണ്ട
വേണ്ട. അല്ലു സമാധാനത്തോടെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയാണ് അലന് തെറ്റിയത്. മരിക്കുന്നതിന് മുമ്പ് ആദി മറ്റൊരു ഗ്രൂപ്പിൻ്റെ സഹായം തേടിയിരുന്നു. കഥ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. അപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ആക്കി തരാമോ? ഒരാൾ ആക്രമിച്ചതാ. ഇതേതാ ബ്രോ സ്ഥലം? എനിക്ക് പോലീസ് സ്റ്റേഷനിലോട്ടാ പോണ്ടേ. ഇത് എന്റെ വീടാണ് ബ്രോ. പോലീസ് സ്റ്റേഷനിലേക്കാ പോണ്ടേ. ബ്രോ ഈ കോലത്തില് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറിയ അവര് വല്ല കൊലപാതകവും തലയിൽ വെച്ച് തരും. ദേ അകത്ത് കയറി വലത് തിരിഞ്ഞ എന്റെ മുറിയാ. അവിടെ പോയി ഫ്രഷ് ആവും ബ്രോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടന്റെ പേരെന്താ? ഇബ്ലീസ്. അവനോട് ഞാൻ പറഞ്ഞറിയാം, അവനാണെങ്കിൽ ഇവിടെ പ്രാന്ത് വെച്ച് നിൽക്കുക. അവന്റെ കൊണ്ടുപോയി ഫോൺ കൊടുക്കണം മായേ. ഞാൻ അവന്റെ ഫോൺ കൊടുക്കാം. ഹലോ, ഞാനാണ് ഡാനിയൽ. നിന്റെ സഹോദരനെ കൊന്നവൻ ബിലീസിന്റെ കയ്യിലുണ്ട്. നമുക്കങ്ങോട്ട് പോവാം. അപ്പൊ എപ്പടി ആരംഭിക്കലാമാ? ഡാനിയലെ, ഇതാണെന്ന് തോന്നുന്നു ഇബിലീസ് അല്ലുവിനെ കൊണ്ടുവന്ന വീട്. ഇബിലീസിനെ കണ്ടാലോ അന്നാ? അവ ഇവിടെ തന്നെ കാണും. എൻ്റെ സഹോദരനെ കൊന്നിട്ട് അവൻ ചെന്ന് പെട്ടത് ഇബിലീസിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവൻ നമുക്ക് കൊല്ലണ്ടേ? ഇറങ്ങി. ജാക്ക്, അവന്മാരിവിടെ ഇല്ല. അവന്മാര് നമ്മളെ പറ്റിച്ചതാ. അവൻ പറ്റിച്ച്. അവ ഇവിടെയൊന്നുമില്ല. ഇബിലീസ് ചതിച്ചെന്നാ തോന്നുന്നേ. ഇനി എന്താ ചെയ്യാ? ഇബിലീസ് ചതിച്ചോ? എങ്കിൽ നമുക്ക് അവനെ തീർക്കണല്ലോ. ഇബിലീസ് ചതിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവനെ തീർക്കണ കാര്യം നടപ്പുള്ള കേസല്ല. ഒന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ സഹോദരനെ കൊന്നവനെയാണ് അവൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമുക്കവനെ കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ഇബിലീസ് നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല. പുള്ളിയുടെ പപ്പയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മരണവാതിൽ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? മരണവാതിൽ സാത്താൻ്റെ ഗ്രൂപ്പ്. അതിലെ മരണവാതിൽ സാത്താനാണ് ഇബിലീസിൻ്റെ പപ്പ. ആളെ കണ്ടിട്ടുണ്ടോ?
ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മരണവാതിൽ സാത്താനോ? ആരാത്? പുള്ളിയുടെ ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടോ? ഒന്ന് കാണിക്കാമോ? ഇതാണ് ഇബിലീസിന്റെ പപ്പ, മരണവാതിൽ സാത്താൻ. അപ്പൊ അങ്ങനെ ഇടി തുടങ്ങുമല്ലേ?